ഹേ ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. യൂട്യൂബ്, വാട്സാപ്പ്, ഗൂഗിൾ, ഇൻസ്റ്റ. എന്നാൽ ഇതെല്ലാം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗൗരവമായി പറഞ്ഞാൽ, ലോകത്തിന്റെ മറുവശത്ത് നിന്ന് ഒരു സന്ദേശം അയക്കുമ്പോഴോ വീഡിയോ സ്ട്രീം ചെയ്യുമ്പോഴോ അത് ഇവിടെ എങ്ങനെ എത്തുന്നു? മിക്ക ആളുകളും കരുതുന്നത് ഇതെല്ലാം ഉപഗ്രഹങ്ങളും വയർലെസ് മാജിക്കും ആണെന്നാണ്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്. ലോകത്തിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 99% യഥാർത്ഥത്തിൽ കടലിനയിലെ കേബിളുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതെ, സമുദ്രത്തിനടിയിൽ ആഴത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ. നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റുകളും, വീഡിയോ കോളുകളും, ക്യാറ്റ് മീമുകളും എല്ലാം ഈ കേബിളുകൾ വഴി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭ്രാന്തമായ വേഗതയിൽ സിപ്പ് ചെയ്യുന്നു. ഒന്ന് പൊട്ടിയാൽ വിഷമിക്കേണ്ട. സമുദ്രത്തിലേക്ക് പോയി സ്ഥലം കണ്ടെത്തി അത് ശരിയാക്കുന്ന പ്രത്യേക കേബിൾ റിപ്പയർ കപ്പലുകൾ ഉണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്രാവുകൾ കേബിളുകൾ കടിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതെ, കടൽ ജീവികൾ പോലും നമ്മുടെ വൈഫൈയിൽ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രസകരമായ വസ്തുത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതൽ സാങ്കേതിക അത്ഭുതങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.